ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എൻ്റെ റിസപ്ഷൻ വ്ളോഗാണ് ഇന്ന് ഫുള്ളും. അപ്പം നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ എടുത്തില്ലല്ലേ ഗൈസ്, അതെടുത്തില്ല. നമ്മൾ തിരക്കിനിടയിൽ വിട്ടുപോയി. ഇതെൻ്റെ ഫ്രണ്ട് ഇന്നലെ തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, വർഷ. ഇത് അറിയാമല്ലോ, അഭിരാമി. ഹായ് പറ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളായിരിക്കും. നമ്മൾ എന്തായാലും ഇതിലിടും. അപ്പം എന്തായാലും എൻഡിൽ വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം അല്ലേ? അതെ. നിങ്ങളിപ്പോൾ പോവില്ല. എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്? എന്നെ പറ്റി 10 പറ. അടിപൊളി. 10 പറയണം. എന്നെ പറ്റി പറ. ശില്പ ഭയങ്കര സംഭവമാണ്. മേക്കപ്പ് ഒക്കെ സ്വന്തമായിട്ടാണ് ചെയ്തത്. എന്റെ സാധനങ്ങൾ ഉപയോഗിച്ച് സ്വന്തമായിട്ടാണ് ചെയ്തത്. ഓക്കെ, നാളെ എന്റെ ലുക്ക് കാണാൻ നീ വെയിറ്റ് ആണ്. നാളെ അതെ അവള് സ്വന്തമായിട്ട് വർക്ക് ചെയ്ത സാരി, സ്വന്തമായിട്ട് വർക്ക് ചെയ്ത ബ്ലൗസ് എല്ലാം അവളുടെ സ്വന്തമാണ്. അതൊക്കെ എങ്ങനെ വരുമെന്ന് ഡൗട്ടാണ്. ഡൗട്ടൊന്നും അല്ല, അടിപൊളിയായിട്ട് വരും. ഓക്കെ ഗൈസ്, ബൈ. അങ്ങനെ അടുത്തുള്ളൊരു ലൊക്കേഷന് പോയിട്ടുണ്ട്. ഞങ്ങൾ വീണ്ടും തൊട്ടടുത്തായിട്ടോ, ഒരു 4 കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ഫീവർ വന്നായിരുന്നു. അതിനുശേഷം എൻ്റെ സൗണ്ട് ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ ഈ പാർട്ടിക്ക് ഫോട്ടോസ് എടുക്കുന്നില്ലേ, പാർട്ടി ഫങ്ഷൻ്റെ രാവിലെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അങ്ങനെ ഞാൻ ട്രിപ്പൊക്കെ അടച്ച് കിടക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പോസ് ചെയ്തപ്പോൾ അതിൻ്റെ ബാക്ക് സ്ക്രീനായിട്ട് എൻ്റെ ഒരു 4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അവർ സൈഡിൽ കൂടെ എൻ്റെ ഫോണിൽ ഫുൾ ഫോട്ടോസായിരുന്നു. ഞാൻ ഈ ഫോട്ടോസ് എല്ലാം കഴിഞ്ഞ് എൻ്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ഫോൺ ഫുള്ളും അവരെ ഫോട്ടോസായിരുന്നു ഗൈസ്. പക്ഷേ പ്രോഗ്രാം ഭയങ്കര കളർഫുള്ളായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ ഈ ഡ്രസ്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഡ്രസ്സ് ഞാൻ മച്ച്മോ ഡിസൈൻസ് എന്ന് ചെയ്യിപ്പിച്ചതാണ്. എൻ്റെ ഓൺ ഡിസൈൻ ഞാൻ പറഞ്ഞു കൊടുത്ത് അവർ ഡൈ ചെയ്തെടുത്തതാണ് കേട്ടോ. പാവാട വന്നിട്ട് നമ്മുടെ ഫിഷ് കട്ടാണ്. എല്ലാവരും ഇങ്ങനത്തെ മോഡൽ ഇപ്പോൾ ആരും എടുക്കാറില്ല. അതുകൊണ്ട് ഞാനൊന്ന് വെറൈറ്റി നോക്കിയതാണ്. എനിക്ക് വെറൈറ്റി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ചെയ്തതാണ് ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നടുവോട്ടിലാണോണോ നിൻ്റെയൊക്കെ ഷൂട്ടിങ്? മതിയോ? ആ ചേട്ടനെടുക്ക കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ട അല്ല ഓടയല്ലേ ആ ചേട്ടനെടുക്ക. അങ്ങനെ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നാത്തൂനും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നാത്തൂൻ സാരി തരുന്ന ചടങ്ങുണ്ടായിരുന്നു കേട്ടോ, തലേ ദിവസം നമുക്കങ്ങനെ ഉണ്ട്. ആ സാരി ഉടുത്താണ് ഞാൻ കല്യാണത്തിന് അവിടെ നിൽക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ നാത്തൂനും റിലേറ്റീവ്സും എല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് ആ സാരി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ടൊരു ചടങ്ങ്. അപ്പോൾ അത് ജസ്റ്റ് ഒരു വീഡിയോ പോലെ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഇത്രയും ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. അവർ സാരി തന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പോയി. പിന്നെ ബാക്കിയുള്ള ഫങ്ഷൻസ് ഞാൻ ഇതിൽ കാണിക്കാം. പിന്നെ കുറേ ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അറിയാമല്ലോ, എനിക്ക് ടൈം കുറച്ച് കുറവായിരുന്നു. അങ്ങനെ പറ്റുന്ന മാക്സിമം ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ അപ്ലോഡ് ചെയ്യുക. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി വീഡിയോസ് പുറകെ വരും. കല്യാണ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഹൽദി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടില്ല. എല്ലാം എൻ്റെ ഫോണിലുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് സമയമില്ല ഗൈസ്. അതാണ് എല്ലാം എഡിറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് സ്റ്റേ ട്യൂൺ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യണം ഗൈസ്. ഓക്കെ, ബൈ.